നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ചാരിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാ ബിസിനസ്സുകാരും അവരുടെ വരുമാനത്തിൻ്റെ ഏറെക്കുറെ 10% ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ചെറുപ്പക്കാരെ പരിചയപ്പെട്ടു. അവർക്ക് ഒരു വളരെ വലിയ പ്രത്യേകതയുണ്ട്. അവർ ഒരുപാട് യാത്രകളെ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ചാരിറ്റി ചെയ്യണം എന്ന ആഗ്രഹവുമുണ്ട്. ഞാൻ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് അവർ അടുത്ത ദിവസങ്ങളിൽ ലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അവർ പോകുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആക്ച്വലി ചാരിറ്റി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അറ്റ് ദ സെയിം ടൈം ദേ നീഡ് ടു അവർക്കൊരു ട്രിപ്പ് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് രണ്ടും കൂടെ ഇവർ ക്ലബ് ചെയ്യുകയാണ്. ഇവരുടെ വണ്ടിയിൽ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവർ ഒരുക്കിയിരിക്കുന്നു. എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയി, ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും പോയി ഒരു ദിവസം ഹാൾട്ട് ചെയ്ത് അവിടെ വരുന്ന ആളുകളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് അതിനൊരു നിശ്ചിത തുക ഈടാക്കി ആ തുക ₹1 പോലും പ്രോഫിറ്റ് ഇല്ലാതെ ആ തുക അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്ന് കേരളത്തിലുള്ള ഇടുക്കി ജില്ലയിൽ ചെങ്കുളം മേഴ്സി ഹോം എന്ന ഓർഫനേജിൽ കൊടുക്കാനുള്ള പ്ലാനിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അവർ ചെങ്കുളത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കണ്ട് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു ഹെൽപ്പ് ചെയ്യണം എന്നിവർക്ക് തോന്നി. അതിന് മുമ്പേ തന്നെ ഇവർ ടൂറും ഫിക്സ് ചെയ്തിരുന്നു. അപ്പം ഈ പ്ലാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അതിലൊരു ബിസിനസ് ഐഡിയ കൂടെ ഉണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബിസിനസ് ഓൾസോ. അപ്പം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളെ കൂടെ കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അവരുടെ വണ്ടി കാണാം, അവരുടെ ടൂർ ട്രിപ്പുകൾ അറിയാം, അവരുടെ പ്ലാനുകൾ അറിയാം, പോകുന്ന ആളുകളെയും കാണാം. കമാ. എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ്. ഇവരുടെ യാത്ര കേരളത്തിലുള്ള എല്ലാ യുവാക്കൾക്കും ചാരിറ്റി എന്ന മേഖലയിൽ ഒരു പ്രചോദനം തന്നെയാകും. എന്താണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം? ഞങ്ങൾ ഓൾറെഡി ട്രിപ്പ് മുൻപേ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 6 സുഹൃത്തുക്കളാണ് പോകുന്നത്. ആൻസൺ, അജോ, അനന്തു, ആകാശ്, വിഷ്ണു, കിരൺ. ഇങ്ങനെ ഞങ്ങൾ 6 സുഹൃത്തുക്കളാണ് പോകുന്നത്. അതിൽ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ 3 പേരാണ്. അപ്പം ഞാൻ ആൻസൺ, ഇത് വിഷ്ണു, ഇത് അനന്തു. അപ്പം ഞങ്ങൾ ഓൾറെഡി വെഡ്ഡിങ് ഇവൻറ്റ്സ് മേഖലയിൽ തന്നെ ഉള്ളവരാണ്. ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഇവൻറ്റ്സ് ആ മേഖലയിലുള്ളവരാണ്. അപ്പോൾ എല്ലാവരും പരിചയക്കാരാണ്, ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. കോളേജ് ലൈഫ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു ലോങ് ഡ്രൈവ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അതിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് ട്രിപ്പ് ഒരുമിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പ് നമുക്കൊരു കർദുങ്കൽ എക്സ്പെഡിഷൻ നടത്താം. അപ്പോൾ അതൊരു വിൻ്റർ എക്സ്പെഡിഷൻ ആവട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഇടുക്കിയിൽ ഒരു ഓർഫനേജിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ട്രിപ്പിന് വേണ്ടി ഫണ്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പൈസ നമ്മൾ എന്ത് ചെയ്യാം എന്നങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആരെങ്കിലും ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം അങ്ങനെ പറഞ്ഞിരുന്നോ? ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ ട്രിപ്പ് പോകാൻ, അങ്ങനെ ഒരു സജഷനും വന്നിരുന്നു. പിന്നെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇത്രയും നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പിന്നെ അത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട, നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒരു ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ ലോസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ ഫോട്ടോഗ്രാഫി നമുക്കൊന്ന് യൂസ് ചെയ്താലോ എന്നുള്ളൊരു ചിന്ത. ഇതിനെ കുറിച്ച് ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. എത്ര വണ്ടിയുണ്ട് സ്വന്തമായിട്ട്? നമുക്കൊരു 20 വണ്ടിയുണ്ട്. 20 വണ്ടിയുണ്ട്. മറ്റ് രീതിയിൽ പല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഇത് അനന്തുവിൻ്റെയാണ് സൈൻ പിക്സ് മീഡിയ എന്ന് പറയുന്ന വെഡ്ഡിങ് കമ്പനി അല്ലേ? ഇവരൊക്കെ ബിസിനസ് മേഖലകളിൽ തന്നെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ വന്നതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടും അതിശയിക്കാനില്ല. കാരണം ഇവരുടെ തലയിലൊക്കെ ഇങ്ങനെയുള്ള ബിസിനസ് ആശയങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. എനിക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന സജ്ജീകരണങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണം. ഇതിനകത്ത് നമ്മൾ പ്രിന്റർ, ഈ കാർ ഇൻവെർട്ടർ വെച്ചിട്ട് പ്രിന്ററിലേക്ക് പവർ എടുത്തേക്കാണ്. ലാപ്പ് നമുക്ക് ഈ ഇൻവെർട്ടർ വഴി തന്നെ ചാർജ് ചെയ്യാം. അപ്പൊ ചാർജ് മുന്നേ ചെയ്ത് വെച്ചിട്ട് അതിൽ ബാറ്ററിയിൽ വർക്ക് ചെയ്തോളും. പിന്നെ എന്താണെന്ന് വെച്ചാൽ വൈഫൈ വഴിയാണ് ഈ ലാപ്പിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലാപ്പിൽ കിട്ടും. അപ്പൊ തന്നെ പ്രിന്റ് അപ്പൊ തന്നെ എടുത്തിട്ട് നമ്മൾ ഇതില് ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന പവറിൽ ഈ പ്രിന്ററിൽ പവർ എടുത്തിട്ട് പ്രിന്റ് അടിച്ചു കൊടുക്കാം. എത്ര രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് 20 റുപ്പീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 20 റുപ്പീസിന് വേറെ ഒന്നും ചെലവുകളൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ എക്യുപ്മെന്റ്സ് ആണ്. ആകെ നമുക്ക് ആ പേപ്പറിന്റെ എക്സ്പെൻസ് ആണുള്ളൂ. പേപ്പർ മേടിക്കാനുള്ള പൈസ എടുത്തിട്ടാണോ ഇനി പൈസ ഓഫനേജ് കൊടുക്കില്ല? അല്ല, അത് നമ്മൾ എടുക്കുകയാണ്. ഇല്ല, അത് കുഴപ്പമില്ല. നിങ്ങളുടെ എക്സ്പെൻസ് വരുന്ന പൈസ നിങ്ങൾക്ക് എടുക്കുന്നതിന് പ്രശ്നമില്ല. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബിസിനസ്. അത് നമുക്ക് വലിയ ചെലവ് വരുന്ന കാര്യമല്ല. എനിവേ, ഇപ്പം എനിക്കൊരു ഫോട്ടോ പ്രിന്റ് എടുത്ത് കാണിക്കണം. നിങ്ങളുടെ ഈ ട്രിപ്പ് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാധാരണ എല്ലാവരും ട്രിപ്പ് പോകാറുണ്ട്, ഞാനും പോകാറുണ്ട്. പക്ഷെ അത്
അതുവഴി ഒരു ചാരിറ്റി നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ഒരു ഫാക്റ്റാണ്. പക്ഷേ അതിലേക്കാളും വലിയൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രിപ്പിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ കണ്ട ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. ആ ട്രിപ്പിൻ്റെ അകത്ത് നിങ്ങളൊരു ബിസിനസ് കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവർക്ക് എന്തെങ്കിലും സപ്പോർട്ടുകൾ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തേക്കുക. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, കർദുങ്കല വിന്റർ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഇതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ എല്ലാം ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ടൂറൊക്കെ പോകാറുണ്ടല്ലേ? ഒരു സംരംഭം എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങുക അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇവരിപ്പോൾ ഈ ചെയ്ത കാര്യത്തിൻ്റെ അകത്ത് ഒരുപാട് ഐഡിയകളുണ്ട്. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ അത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് അതെനിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലായതുകൊണ്ട് കാലടി വരെ വന്നിരിക്കുകയായിരുന്നു ഇവരുടെ ആ ഒരു സെറ്റപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളിതിൻ്റെ അകത്ത് ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കൂ. ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ബിസിനസ് ചെയ്യൂ. തുറന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്താലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബിസിനസ് സംരംഭങ്ങളും ഐഡിയകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു 10 രൂപ നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന 100 രൂപയിൽ നിന്ന് 10 രൂപ കൊടുത്താൽ നാളെ നമുക്ക് 15 രൂപ കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് വാസ്തവമാണ്. എല്ലാവരും അംഗീകരിക്കുന്നൊരു വാസ്തവമാണ്. അപ്പം നിങ്ങളും മാക്സിമം ചാരിറ്റികളിൽ ഇൻവോൾവ് ആവാൻ ശ്രമിച്ചാൽ നല്ലതാണ് എന്ന് തന്നെ എനിക്കും തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ ഞാൻ ഒരുപാട് ബഹുമാനത്തോടു കൂടി തന്നെയാണ് കാണാറ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.